അട്ടയും പുഴുവോ മറ്റേ ഇതുണ്ടോ തോട്ടപ്പുഴു ഉണ്ടോ തോട്ടപ്പുഴു ഞാൻ പയ്യ ഇറങ്ങട്ടെ ചുക്കുമുളക് കയറി വരുന്നുണ്ടോ ഇതുവഴി കയറി അതാ അപ്പം ഇരുന്നത് ഈ ഫ്രണ്ട് ഡോറും അടച്ചിട്ടാണ് നിന്റെ ഫ്രണ്ട്സ് അകത്ത് കയറുമെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ പെരിയാർ ഹൗസിലെ റൂം. ഡീലക്സ് റൂമാ. വലിയ കുഴപ്പമില്ലാത്തൊരു സാധാരണ റൂമാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ല അത്ര വൗ ഫാക്ടർ ഒന്നും ഇല്ലല്ലോ. ഏതായാലും നമുക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാം. ദേ ഈ കാണുന്നതാണ് സെൻട്രൽ പാർട്ട്. ചെറിയൊരു ഗാർഡനൊക്കെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ജാനകിയുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതാ നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. അവിടെ ചെറിയ 1-2 സോഫ സെറ്റൊക്കെയാണ് നമുക്ക് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കുളിരുണ്ട് കേട്ടോ. കാരണം ഇത് കാടിൻ്റെ നടുവിലാണ് മൊത്തത്തിൽ. കണ്ടോ നിങ്ങൾക്ക് ക്യാമറ കൂടെ ഇപ്പോൾ നേരിട്ട് ഫ്രണ്ടിൽ തന്നെ കാണാം. ഫുൾ മരങ്ങളാണ് ചുറ്റും ഇതിൻ്റെ. കണ്ടോ എല്ലാ ടൈപ്പ് മരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നിർമ്മിച്ചേക്കുന്ന കല്ലിലാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ, ഇതിൻ്റെ വെൽക്കം ഏരിയയുടെ നേരെ ഫ്രണ്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കാണ്. കാറ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബോർഡ്, പെരിയാർ ഹൗസ് എ ജംഗിൾ ലോഡ്ജ്. അതിൻ്റെ മുകളിലായിട്ട് 3 കൊടിയൊക്കെ നിൽപ്പുണ്ട്. ദേ ആ കൂടത്തിൽ കിടക്കുന്ന സിൽവറാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ ജംഗിൾ ലോഡ്ജിൻ്റെ ഫ്രണ്ട് വ്യൂ. സത്യം പറയാമല്ലോ ഒരു രക്ഷയില്ലാത്ത അന്തരീക്ഷമാണ്. കാരണം അത്ര കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. ഒരുപാട് ഗസ്റ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് തന്നെ കാണാം അവരോടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്, കംപ്ലീറ്റ് പച്ചയാണ്. ഇത് നമുക്ക് നടുക്കൂടെ കയറി വരുന്നൊരു വാക്ക് വേ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിലാണ്. ജാനകി മിന്നു ഓൾറെഡി കളി തുടങ്ങിയിട്ടുണ്ട്. മുന്നിലെ കയറി വരുന്നതാണ്. ആ സൈഡിൽ കൂടെ കാണുന്ന ടാർ റോഡ് വഴിയാണ് നമ്മൾ കയറി വരുന്നത്. മറ്റേ വഴി വേണമെങ്കിൽ നമുക്ക് എക്സിറ്റും ഉണ്ട്. ഞാനും ടുക്കുമോളും കൂടെ ഇതിനകത്തോടെ ഒരു ജംഗിൾ വാക്കിന് ഇറങ്ങിയതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. എങ്ങനെ നോക്കിയാണെങ്കിൽ ചുറ്റുപാട് മൊത്തം കാടാണ്. ഇവിടെ ചുറ്റുപാട് ഫുള്ള് കാടാണ്. അല്ലേ ബേബിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കാട് ബേബിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചുറ്റുപാട് മൊത്തം കാടാണ്. അപ്പോൾ കാട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു കുറച്ച് ഭാഗത്തേക്ക് നമുക്കിപ്പോൾ ഇരിക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇരിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചെയർസെറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എല്ലായിടത്തും കറക്റ്റായിട്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ ഇവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയവർക്കൂടെ ഉള്ളതായിരിക്കുമല്ലേ ഈ ഊഞ്ഞാലല്ലേ? നമുക്കൊരു ഊഞ്ഞാൽ. ഇത് പൊട്ടിപ്പോവോ? ഇല്ലടാ, അപ്പയിരുന്നിട്ട് പൊട്ടിയില്ല. ഇതല്ലേ ഊഞ്ഞാല്? അപ്പയുടെ ഊഞ്ഞാല്. അപ്പ ഇരുന്നിട്ട് പൊട്ടാത്ത ഊഞ്ഞാല്. പിന്നെ ഞാനിരുന്നിട്ട് പൊട്ടാത്ത ഊഞ്ഞാല്. ഞാൻ ഓൾമോസ്റ്റ് 10-15 കിലോ ഉണ്ട്. ഏതായാലും ഇതുവരെ പൊട്ടിയിട്ടില്ല. ഇതാ കയറിക്കോ. നമ്മളിവിടെ ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ചെയർ സെറ്റപ്പുകളൊക്കെ ഇവിടെ മരത്തടി മുറിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എനിക്കൊന്നും ഇവിടെ മുറിഞ്ഞു വീഴുന്ന മരങ്ങളൊന്നും ഇവിടുന്ന് മാറ്റാറില്ല. അവർ ആ ഒരു ഹോട്ടലിൻ്റെ മൊത്തം ആംബിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട് കാണുന്നില്ലേ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ടോ. പഴയ മരക്കുറ്റികൾ വരെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. പക്ഷെ അതേതായാലും നല്ലതാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഫീല് തന്നെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചീവീടുകളുടെ ശബ്ദം ഒരു രക്ഷയില്ല, ചെവി തുളച്ച് കയറുന്നുണ്ട്. കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാലും അവർക്കാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. താഴെ നിങ്ങൾക്ക് തന്നെ കാണാം ജാനകി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം ഇരുന്ന് കഴിക്കാനും പറ്റത്തില്ല. നമ്മുടെ വണ്ടിയുടെ മുകളിൽ കൂടെ ഇപ്പോൾ കുരങ്ങന്മാർ കയറുന്നുണ്ട് കേട്ടോ. മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവന്മാർ വണ്ടി അഴിച്ച് പണി. അകത്ത് ഫുഡ് ഇരിപ്പുണ്ട്. അവന്മാർ എങ്ങനെ മണത്തറിയുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. ഇതുണ്ടോ ഇതിനകത്തേ നമുക്ക് വേറൊരു സാധനമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ആ ട്രെഞ്ചിനോട് ചേർന്ന് മരത്തിന് മുകളിലേക്കൊന്നും കയറത്തില്ല. ഇതാണ് സാധനം. കയറി ഒടിഞ്ഞു പോവോ? പർപ്പസിലാന്ന് എനിക്കറിയാൻ മേല. കണ്ടോ സൈഡിൽ കൂടെ മൊത്തം കുഴിയ. എന്തോ കണ്ടോ നമ്മൾ നല്ല ഹൈറ്റ് കയറി നിൽക്കുന്ന ഇവിടെ. അട്ടയും പുഴുവോ മറ്റേ ഇതുണ്ടോ തോട്ടപ്പുഴു ഉണ്ടോ? തോട്ടപ്പുഴു. ഞാൻ പയ്യ ഇറങ്ങട്ടെ. ചുക്കുമോള് കയറി വരുന്നുണ്ടോ? ഇതുവഴി കയറി അതാ അപ്പം ഇരുന്നത്. നീ പോരെ ബാപ്പയുടെ കയ്യെ പിടിച്ചോ. ബാ കേറ്. അപ്പയല്ലേ പറഞ്ഞ അപ്പടെ കയ്യെ പിടിച്ചോളാൻ. ചെരുപ്പൂരി കിട്ടോ? നല്ലതാ. ചെരുപ്പൂരി കിട്ടോ? മിനി കയറുന്നോ? നീ വന്നേ ബാബ അപ്പടെ കയ്യെ പിടിക്കേ. മറ്റേ കൈ വെച്ച് പിടിക്കുക, വലത് കൈ വെച്ച്.
വാടോ ഇങ്ങോട്ട്. ഞാനല്ല തന്നെ വിളിക്കാൻ തന്നെ, എനിക്ക് എന്നെ പേടി. കണ്ടോ, നോക്കി നോക്കി നോക്കി. രണ്ടാം വിഭവം ഇവിടെ മിന്നു മുകളിൽ കയറി. ഇതിനൊക്കെ കേട്ടാ കേട്ടാ കയ്യെ പിടിച്ച് കയറിക്കോ. ഇതുണ്ടോ മോളിൽ ഇരിക്കാൻ പേടികൾ ഇരിക്കുമ്പോൾ കരയുന്നുണ്ടോ? ഒന്ന് കരഞ്ഞ്. അങ്ങനെ നടന്ന് നമ്മൾ പെരിയാർ ഹൗസിൻ്റെ ബാക്കിലെത്തി. ആ താഴെ കാണുന്നത് തേക്കടി ലേക്ക് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഔട്ട്ഡോർ സ്പോർട്സിനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഷട്ടിൽ കോർട്ടിലാണ്. കളിക്കാൻ പോണ ഷട്ടില് ഇതുണ്ടോ. ഇതൊക്കെ രാത്രിയിൽ ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് രാത്രി കളിക്കാൻ വേണ്ടി അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ബെഞ്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഒരു കുരങ്ങനെ ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് രുക്കുമോളെ വെച്ച് കുരങ്ങനോട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ പറ്റിയേ? കുരങ്ങനെ പേടിയാണോ? അവനൊന്നും ചെയ്യത്തില്ല. ചാരി ഒന്ന് ഫോട്ടോ എടുക്കാം. ചാരി നിക്കടി, ചാരി നിക്കേ. അവനൊന്നും ചെയ്യത്തില്ല. നീ ഇതല്ലേ മുകളിലല്ലേ ഇരിക്കുന്നേ. ഡാ രുക്കുമോളൊന്നും ചെയ്തേക്കല്ലോ കേട്ടോ. ചാരി നിൽക്കും, മര്യാദയ്ക്ക് ചാരി നിൽക്കും, ഫോട്ടോ എടുക്കാം. അപ്പം അങ്ങനല്ല, ഇങ്ങോട്ട് തിരിച്ച് ചാരി നിൽക്കേ. ആ കുരങ്ങനെ അവളെ നോക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ അല്ല, അപ്പുറത്താ. നീ അടുത്ത കുഞ്ഞിക്കുരങ്ങൻ. നീ കണ്ടില്ല? നീ കണ്ണുകുട്ടിയാണോ? ഇതല്ലേ ഇരിക്കുന്നത്? അടുത്തേക്ക് പോയിട്ട് അവസാനം രുക്കുമോളെ കുരങ്ങ് പിടിച്ച് മാസ്ക് തിരിച്ച് ഒന്ന് കാണിച്ച്, മാസ്ക് വെച്ചൊന്ന് കാണിച്ച്. സൂപ്പർ. നേരെ എടുത്ത് വയ്ക്കേ. അവസാനം കുരങ്ങൻ രുക്കുമോളെ എടുത്തോണ്ട് മരത്തിന് മുകളിൽ കൂടെ ഒക്കെ പോകുന്ന കണ്ടവര്. എങ്ങനെ കാണിക്കുന്നു? ഓക്കെ, ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റമ്പ് ഇവിടെ ഉണ്ട്. ബാറ്റും ബോൾ അവിടെ നമ്മൾ പറയുകയാണെന്നുള്ള അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ നീണ്ടു കിടക്കുന്ന റോഡ് നമുക്ക് പിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തിരിച്ച് ഇനിയിപ്പോൾ അകത്തേക്ക് വീണ്ടും വളഞ്ഞ് കയറുന്ന വഴിക്ക് അവിടെ നമുക്കൊരു ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ട് കാണാം. കണ്ടോ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ വ്യൂ ആണ്. അത്യാവശ്യം നല്ലൊരു കോർട്ടാണ്. ബോളും ഇവിടെ അവൈലബിൾ ആണ്. റിസപ്ഷനിൽ പറയുവാണെങ്കിൽ അവർ എടുത്തു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പാർക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു സീസോയും ഒരു സ്വിങ്ങും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലെ ഒരു ടോട്ടൽ വ്യൂ. ഇത് ഇന്നർ കോർട്ട്യാർഡാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ 2 ബോർഡുണ്ട്. നമുക്ക് മറ്റേ സൂചിയർ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അകത്ത് ചോദിച്ചാൽ കിട്ടും. കോർട്ട്യാർഡ് ഫുള്ള് നമ്മൾ ഗ്രീനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഞ്ചസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കണ്ട സ്വിങ്. അതിൽ നിന്ന് ജാനകി ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് നമുക്കൊരു സീസോ ഉണ്ട്. ഇതിന് ചുറ്റുപാട് ഇത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ KTDCക്ക് ഒരു നല്ല കയ്യടി കൊടുക്കണം. ചുറ്റുപാടിൽ നമുക്ക് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാനില്ല. എല്ലാം വളരെ നീറ്റായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് മോളി കയറുന്ന അവളെ നോക്കിയിട്ട് നീ പോരെ, പെട്ടെന്ന് വാ. നമ്മളിപ്പോൾ നമ്മുടെ പെരിയാർ ഹൗസിൽ നിന്ന് ജസ്റ്റ് വീണ്ടും പുറത്തേക്ക് പോകണം. തിരിച്ചിവിടെ 5 മണിക്ക് മുന്നേ വരണം. വന്നാൽ മാത്രമേ ഒരു കയറ്റ് വിടത്തുള്ളൂ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് ലഞ്ച് മേടിച്ച് കഴിച്ചു. ഉള്ളത് പറയുമെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പക്ഷെ അത് പൈസ കൊടുത്താലും കുഴപ്പമില്ല. നല്ല സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. പക്ഷെ ടേസ്റ്റ് വൈസ് ഉള്ളത് പറഞ്ഞാൽ അത്യാവശ്യം ബോറായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് പുറത്ത് പോകാം. 5 മണിക്ക് മുമ്പ് തിരിച്ചെത്തണം. 5:30 മുന്നേ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇവർ ഇവിടെ ഗേറ്റ് അടയ്ക്കും. പിന്നീട് ഗേറ്റ് വിടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞു. ഇപ്പോൾ സമയം ഏതായാലും 4 മണി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് ഇന്ന് ഡിന്നർ ആയാലും നേരത്തെ കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് വരാൻ വെച്ചുകൊണ്ട് നമ്മൾ പുറത്ത് വന്ന. കാരണം പല റിവ്യൂ നമ്മൾ കണ്ടു, പല സൈറ്റുകളിലും കണ്ടു. എവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഡിന്നർ അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല രാവിലെയാണ്. അത് ബുഫേ ആണ് വരുന്നത്, പക്ഷെ അത് നല്ലതാണ്. ഡിന്നർ അത്ര നല്ലതല്ല. ഏതായാലും നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് നല്ല ഫുഡ് നമുക്ക് കിട്ടും. അങ്ങനെ അവസാനം കുറച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് ഫുഡ് കിട്ടി. തേക്കടിയിൽ തന്നെയുള്ള ഒരു തേക്കടി ജംഗ്ഷൻ സ്റ്റാച്യൂൻ്റെ അവിടെ തേക്കടി റൂട്ടിലേക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു ഹോട്ടലാണ്. തേക്കടി കഫേ എന്നാണ് പേര്. കുറേ വർഷമായിട്ടുള്ള ഹോട്ടലാണ്, നല്ല ഹോട്ടലാണ്. അപ്പം നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സാധനമൊക്കെ മേടിച്ച്
ഫുഡൊക്കെ സെറ്റപ്പ് ആക്കി പോവാണ്. എന്നാ നമ്മൾ മേടിച്ചു നോക്കുമ്പോളെ ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയും ചില്ലി ചിക്കനും മേടിച്ചു. ഇനി ഞങ്ങൾ പയ്യെ വണ്ടി എടുത്ത് ഇവിടെ തിരിച്ചങ്ങോട്ട് പോവാ, പെരിയാർ ഹൗസ്. പക്ഷേ നമ്മൾ പെരിയാർ ഹൗസിൽ കയറിയിട്ടില്ല. അവിടുന്ന് 1.5 കിലോമീറ്റർ ഫ്രണ്ടിലുള്ള തേക്കടി ബോട്ടിംഗ് ഏരിയയിലാണിപ്പോൾ. തേക്കടി യാത്രകൾ ഒരിക്കലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിംഗ് ഇല്ലാതെ പൂർത്തിയാകത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് തേക്കടിയിലെ ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം. ഇന്നും പക്ഷേ നമുക്കിനി ടിക്കറ്റ് കിട്ടത്തില്ല. കാരണം ലാസ്റ്റത്തെ ബോട്ടും വന്നു, ലാസ്റ്റത്തെ ട്രിപ്പും കഴിഞ്ഞു. നമുക്ക് പറ്റുമെങ്കിൽ നാളെ രാവിലെ ഇതിനുവേണ്ടി ഒരു ശ്രമം നടത്തും. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം ബോട്ടുകളെല്ലാം കിടക്കുന്നത്. ഇപ്പോൾ സീസണുള്ള ടൈമാണെങ്കിൽ നല്ല തിരക്കുള്ള ഏരിയ ആണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ബോട്ട് വരെ ആൾക്കാർ അത്യാവശ്യം കുറവായിരുന്നു. ഏതായാലും നമുക്ക് നാളെ ഇവിടെ വീണ്ടും ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് സ്ഥലം കണ്ടിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയേക്കണം. നമുക്കിന്ന് ബോട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, വെറുതെ ഒന്ന് വന്നതാണ് ഒരു കുമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ബോട്ടിങ്ങിന് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയി കാണാൻ പറ്റത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഒന്ന് വന്ന് നോക്കാം. നമുക്ക് KTDC ഇതായതുകൊണ്ട് തന്നെ KTDC ഇവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള പ്രയോറിറ്റി ഉണ്ട്. ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നല്ല, ടിക്കറ്റ് 100% നമുക്ക് കിട്ടും. ഇപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈയുടെ മണം നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി KTDC പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുക. അതിന് ശേഷം പറ്റുവാണെങ്കിൽ നാളത്തെ കാര്യം നമ്മൾ തീരുമാനിച്ചല്ല. ബോട്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സമയത്ത് തിരക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ തിരക്കനുസരിച്ച് ഇനി രാവിലത്തെ ബോട്ടിങ്ങിന് നമ്മൾ ഏതായാലും പോകാൻ പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ KTDC പെരിയാർ ഹൗസിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കണ്ടു. നാളെ നമുക്ക് കൂടുതൽ അതിന്റെ പുറത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഇനി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് KTDC ഇപ്പുറത്തേക്ക് അതിന്റെ പുറത്തെ ഭാഗത്തേക്കും കുറേ ഏരിയയും കൂടെയാണ് നമുക്ക് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. നാളെ ഏതായാലും നമുക്ക് അതിലേക്കൂടെ ഒരു കറക്കം നടക്കാം. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നാളെ കാണാം. ബൈ ബൈ.